നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രവചന സിംഹമാണോ അതോ മാൻഡ്രേക്കോ? പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ 16 കഴിഞ്ഞല്ലോ ഇന്നലത്തെ യുണൈറ്റഡ് ബേൺമൗത്ത് മത്സരത്തോട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് മാച്ച് വീക്ക് 16 മുന്നോടിയായി നടത്തിയ നമ്മുടെ പ്രവചനത്തിന് എന്ത് പറ്റി, ആക്ച്വൽ റിസൾട്ട് എന്താണ്? അത് നമുക്ക് പ്രവചനം, ആദ്യ മത്സരം ചെൽസി വേഴ്സസ് എവേർട്ടൺ പോരാട്ടമായിരുന്നല്ലോ. നമ്മുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ചെൽസി 2-1 എവേർട്ടനെ പരാജയപ്പെടുത്തും എന്നായിരുന്നു. എന്താ സംശയം? ചെൽസി എന്ന് ജയിച്ചു. നമ്മൾ പറഞ്ഞ പോലെ 2 ഗോൾ അടിച്ചു. പിന്നെ എവേർട്ടൻ ഒരു ഗോള് തിരിച്ചടിച്ചില്ല എന്ന് മാത്രം. അപ്പോൾ 2-0 ചെൽസി വിജയിച്ചിരിക്കുന്നു. ആ ഒരു പ്രഡിക്ഷൻ കറക്റ്റായിരുന്നു എന്നർത്ഥം. അടുത്ത ലിവർപൂൾ വേഴ്സസ് ബ്രൈറ്റൺ പോരാട്ടമായിരുന്നു. നമ്മൾ ലിവർപൂൾ ജയിക്കില്ല എന്നാണ് പ്രഡിക്റ്റ് ചെയ്തത്. 2-2 സമനിലയ്ക്ക് സാധ്യത നമ്മൾ കണ്ടു. പക്ഷേ മോസലയൊക്കെ തിരികെ കൊണ്ടുവന്ന് അദ്ദേഹം വഴി ഒരു അസിസ്റ്റൊക്കെ പിടിച്ച് ലിവർപൂൾ 2-0 വിജയിച്ച് കയറി. അവിടെ നമ്മുടെ പ്രഡിക്ഷൻ പാടെ തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അടുത്ത മത്സരം ബേൺലി വേഴ്സസ് ഫുൾഹാം പോരാട്ടമായിരുന്നു. നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 1-2 ഫുൾഹാം വിജയിക്കും എന്നായിരുന്നു. എന്നാൽ സംഭവിച്ചത് ഫുൾഹാമിൻ്റെ വിജയം തന്നെയാണ്. സ്കോർ ലൈനിൽ മാറ്റമുണ്ട്. 2-3 ഫുൾഹാം വിജയിച്ചു. ഏതായാലും റിസൾട്ട് തെറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതാണ് അവിടെ ആശ്വാസകരം. അടുത്ത ആഴ്സണൽ വേഴ്സസ് വോൾസ് പോരാട്ടം. നമുക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല ആഴ്സണൽ വിജയിക്കും. അമ്മാതിരി ഫോമിലാണ് അവർ നിൽക്കുന്നത്. സംഭവം ശരിയായി. പക്ഷേ 3-0 വിജയമാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത്. എന്നാൽ 2-1 ആഴ്സണൽ വോൾസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും മത്സരം വിജയിച്ചു. ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം 1-1 സമനിലയായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ. കുറച്ച് ബോൾഡായ പ്രഡിക്ഷൻസ് നടത്തിയിട്ടുള്ള ഒരു മാച്ച് വീക്കായിരുന്നു. പക്ഷേ സിറ്റി അവരുടെ വിജയത്തേരോട്ടം തുടരുന്ന കാഴ്ച. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവർ വിജയിച്ച് കയറുകയായിരുന്നു. സണ്ടർലൻഡ് വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് പോരാട്ടം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് സണ്ടർലൻഡ് ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിക്കുമെന്നായിരുന്നു. എന്നാൽ അത് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. സണ്ടർലൻഡ് ന്യൂകാസിലിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ പോരാട്ടം നമ്മൾ 1-1 സമനിലയാണ് പ്രിഡിക്റ്റ് ചെയ്തത്. പക്ഷേ അങ്ങ് എടുത്തിട്ട് അലക്കി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ടോട്ടൻഹാമിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർപ്പൻ ജയം തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സ്വന്തമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അടുത്ത മത്സരം വെസ്റ്റ് ഹാം വേഴ്സസ് ആസ്റ്റൺ വില്ല പോരാട്ടം. നമ്മുടെ പ്രഡിക്ഷൻ 1-2 ആസ്റ്റൺ വില്ല വിജയിക്കുമെന്നാണ്. സംശയമൊന്നുമില്ല. ആസ്റ്റൺ വില്ല മികച്ച ഫോമിൽ പോകുന്ന ടീമാണ്. അവർ ആ വിജയം തുടർന്നു. 3-2 വെസ്റ്റ് ഹാമിന് ആസ്റ്റൺ വില്ല പരാജയപ്പെടുത്തി. കഴിഞ്ഞ 11 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ 10 വിജയിച്ച് ആസ്റ്റൺ വില്ല കുതിക്കുകയാണ്. ബ്രെൻഫോർഡ് വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് പോരാട്ടം. ഈ പോരാട്ടം നമ്മൾ 1-1 സമനിലയാണ് പ്രിഡിക്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ മത്സരം എക്സാക്ട്ലി അത് തന്നെ സംഭവിച്ചു. 1-1 സമനിലയിൽ അവസാനിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബേൺമൗത്ത് പോരാട്ടത്തിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 3-1 വിജയമാണ്. പക്ഷേ യുണൈറ്റഡിൻ്റെ മാച്ചുകൾ പ്രിഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത്തിരി കടുപ്പമാണ്. 3 തവണ ലീഡ് എടുത്തിട്ടും അവർക്ക് കളി ജയിക്കാൻ പറ്റിയില്ല. 4-4 സമനിലയിൽ കുരുങ്ങുകയായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. മിക്ക റിസൾട്ടുകളും ശരിയായിട്ടുണ്ട്. പക്ഷേ എക്സാക്റ്റ് സ്കോർ ലൈനിലല്ല എന്ന് മാത്രം. എന്നാൽ ചില റിസൾട്ടുകൾ തെറ്റിപ്പോയിട്ടുമുണ്ട്. സ്വാഭാവികമാണ്. പ്രഡിക്ഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ തുടരുക തന്നെ ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.